നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ PSG വേഴ്സസ് ലിവർപൂൾ പോരാട്ടം. കളിച്ചത് മുഴുവനും PSG-യും ജയിച്ചത് ലിവർപൂളും എന്ന് പറയേണ്ടി വരും. ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് അത് ഗോളാക്കി മാറ്റിയിട്ട് ലിവർപൂൾ അങ്ങ് ജയിച്ച് കയറി. ഹാർവി എലിയറ്റിൻ്റെ ആ ഒറ്റ ഗോള്. അതേസമയം ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആണ് PSG-യുടെ താരങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ മുന്നിൽ മഹാമേരു പോലെ അങ്ങ് നിന്നു ആലിസൺ ബെക്കർ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് ആലിസൺ തന്നെ പറയുന്നു. 10-27 ഷോട്ടുകൾ അടിച്ചിട്ട് അതിലൊന്നുപോലും ഗോളാക്കാൻ കഴിഞ്ഞില്ല PSG-ക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 9 സേവുകൾ, 9 എണ്ണം പറഞ്ഞ 9 സേവുകളാണ് ആലിസൺ ബെക്കർ നടത്തിയിരിക്കുന്നത്. അതിൽ 4 ഷോട്ടുകൾ ഫ്രം ഇൻസൈഡ് ദി ബോക്സ് ആയിരുന്നു. അതുപോലെ ഒരു പഞ്ച്, 4 ക്ലിയറൻസ്, 22 ലോങ് ബോളുകൾ കൊടുത്തതിൽ 10 ആക്യുറേറ്റ് ആയിരുന്നു. കിടിലൻ പെർഫോമൻസ് ആണ് ആലിസൺ ബെക്കർ നടത്തിയിരിക്കുന്നത്. ലൂയിസ് എൻറിക്ക പറഞ്ഞു, അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ കളിയിലെ ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച കളിക്കാരൻ അവരുടെ ഗോൾ കീപ്പറാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കളി തോൽക്കുന്നത്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. രണ്ടാം പാദത്തിൽ ഞങ്ങൾ മെയ് മറന്നൊരു പോരാട്ടം ആൻഫീൽഡിൽ നടത്തുമെന്ന് ലൂയിസ് എൻറിക്ക പറയുന്നു. ആലിസൺ തൻ്റെ പ്രകടനത്തെക്കുറിച്ച് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. ആലിസൺ പറയുന്നത്, തീർച്ചയായിട്ടും ഇറ്റ് വാസ് പ്രോബബ്ലി ദി പെർഫോമൻസ് ഓഫ് മൈ ലൈഫ്. മാനേജർ ഞങ്ങളോട് പറഞ്ഞിരുന്നു എത്ര ബുദ്ധിമുട്ടായിരിക്കും PSG-ക്കെതിരെ കളിക്കുക എന്നുള്ളത്. അവരെത്രത്തോളം മികച്ച താരങ്ങളാണ് എന്ന്. ബോൾ വെച്ചുകൊണ്ട് അവരെങ്ങനെ കളിക്കും എന്ന് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ആർനെ സ്ലോട്ട്. അതുകൊണ്ട് സഫർ ചെയ്യാൻ റെഡി ആയിട്ടാണ് ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. എന്താണ് വരാനിരിക്കുന്നത് എന്നറിയാമായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. ശരിയാണ്, കുറേ അവസരങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുത്തു. ചില ഘട്ടങ്ങളിൽ 1-on-1 സിറ്റുവേഷനുകളിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ചെയ്യാൻ പറ്റിയില്ല. അവർ അവസരങ്ങൾ ഉണ്ടാക്കി വരികയും ചെയ്തു. എന്നാൽ ഞങ്ങൾ എടുത്ത എല്ലാ എഫേർട്ടുകളും ഒടുവിൽ ഞങ്ങൾക്ക് റിസൾട്ട് തരികയാണ് ചെയ്തത്. ഞങ്ങളുടെ ടീമിൻ്റെ ആ ഒരു എഫേർട്ട് എനിക്ക് എൻ്റെ ജോബ് നല്ല രൂപത്തിൽ ചെയ്യാനും സഹായിച്ചു. ദെൻ അറ്റ് ദി എൻഡ് ഹാർവി എലിയറ്റ് കമ്മിങ് ഇൻ ആൻഡ് സ്കോറിങ് ദി ഗോൾ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സ്റ്റോറി ഫോർ അസ്, എ ഗ്രേറ്റ് നൈറ്റ് എന്നാണ് ഇപ്പോൾ ആലിസൺ പറഞ്ഞത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് സ്റ്റോറിയാണ്, ഇതൊരു ഗ്രേറ്റ് നൈറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആലിസൺ അങ്ങനെ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് നൈറ്റ്. അത് ആലിസൻ്റെ കാര്യത്തിൽ. പക്ഷേ ലിവർപൂളിന് ഇതൊരു ഗ്രേറ്റ് നൈറ്റ് ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഒടുവിൽ എൻഡ് ഓഫ് ദി ഡേ എന്താ, ആര് ജയിച്ചു എന്നുള്ളതാണല്ലോ. അതിൽ മുന്നിലുള്ളത് ലിവർപൂൾ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് എത്താം.